വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, +2 അക്കൗണ്ടൻസിയുടെ ആദ്യ ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ ചാപ്റ്ററിൽ ഇതുവരെ നമ്മൾ എന്തെല്ലാം പഠിച്ചു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നായിരുന്നു. അതിനുശേഷം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വേണ്ടി തയ്യാറാക്കേണ്ട അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഏതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന ഫൈനൽ അക്കൗണ്ട്സ് ഏതെല്ലാം എന്ന് പരിചയപ്പെട്ടു. ഇതിലെ ആദ്യത്തെ 2 ഫൈനൽ അക്കൗണ്ട്സ്, അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും എങ്ങനെ തയ്യാറാക്കാം എന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കുകയും ചെയ്തു. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്ന് പരിശോധിക്കാം. എന്താണ് ഒരു ബാലൻസ് ഷീറ്റ്? 1ാം വർഷ അക്കൗണ്ടിംഗിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഒരു ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഒരു ബാലൻസ് ഷീറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? A balance sheet is a statement of liabilities and assets prepared with a view to ascertain the financial position of an organization on a particular date. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഒരു പ്രത്യേക ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അസറ്റ്സും ലയബിലിറ്റീസും ആണ്. അപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും ചേർന്ന ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു പ്രത്യേക തീയതിയിൽ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് നമുക്ക് പറയാം. പ്രധാനമായും 5 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ഏതൊക്കെയാണ് സ്റ്റെപ്പുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അസർടൈൻ ദ ക്യാപിറ്റൽ ഫണ്ട്, അതായത് ക്യാപിറ്റൽ ഫണ്ട് എത്ര എന്ന് കണക്കാക്കുക ആണ് ആദ്യം ചെയ്യാനുള്ളത്. എന്താണ് ക്യാപിറ്റൽ ഫണ്ട്? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ക്യാപിറ്റൽ ഇല്ല എന്ന് നമുക്കറിയാം. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പോലെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റോടു കൂടിയല്ല ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നെ എന്താണ് ക്യാപിറ്റൽ ഫണ്ട്? ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ തുടർച്ചയായ പ്രവർത്തനത്തിന്റെ ഫലമായി ബാലൻസ് വരുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് വിളിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഒരു പ്രത്യേക ഡേറ്റിൽ ലയബിലിറ്റീസും അസറ്റ്സും പരിശോധിക്കുമ്പോൾ ലയബിലിറ്റീസിന് മുകളിൽ അല്ലെങ്കിൽ ലയബിലിറ്റീസിനേക്കാൾ കൂടുതലായി എന്താണോ അസറ്റിൽ ഉള്ളത് അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് വിളിക്കുക. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഒരു ക്യാപിറ്റൽ ഫണ്ട് ഉണ്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്. ആ ക്യാപിറ്റൽ ഫണ്ട് എത്ര എന്ന് അസർട്ടൈൻ ചെയ്തതിന് ശേഷമേ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാൻ പറ്റും. ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ മറ്റു പടികളിലേക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്കാക്കുക? ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഏതു വർഷത്തെ ബാലൻസ് ഷീറ്റ് ആണോ തയ്യാറാക്കുന്നത്, നിങ്ങൾക്കറിയാം ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക ഡേറ്റ് വെച്ചാണ്. അത് ഒരു അക്കൗണ്ടിംഗ് പീരീഡിന്റെ എൻഡിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക അക്കൗണ്ടിംഗ് പീരീഡിന്റെ എൻഡിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ആ അക്കൗണ്ടിംഗ് പീരീഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ എത്രയായിരുന്നു ക്യാപിറ്റൽ ഫണ്ട് എന്ന് നമ്മൾ ആദ്യം കണക്കാക്കണം. ഇതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത്, വി ഹാവ് ടു പ്രിപ്പയർ ആൻ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ഏത് അക്കൗണ്ടിംഗ് പീരീഡിലെ ബാലൻസ് ഷീറ്റ് ആണോ തയ്യാറാക്കുന്നത് അതിന്റെ തുടക്കത്തിലുള്ള ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുന്നു. അതായത് ആ സമയത്തെ ലയബിലിറ്റീസ്, അസറ്റ്സ് ഇവ രണ്ടും പരിഗണിച്ചുകൊണ്ട് ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു.
ബാലൻസ് ഷീറ്റിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക: ലയബിലിറ്റീസ്, അസറ്റ്സ്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ നമുക്കറിയാം, ഒരു അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഇതിലെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ലയബിലിറ്റീസ്, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് അസറ്റ്സ്. ഓർക്കുക, നമ്മളുടെ സൂത്രം ആൽഫബറ്റിക് ഓർഡർ അല്ല. അതായത് അസറ്റ്സ് അല്ല ആദ്യം, ലയബിലിറ്റീസ് ആണ് ആദ്യം. എൽ ആദ്യം, എ പിന്നീട്. ആൽഫബറ്റിക് ഓർഡറിന്റെ വിപരീതം. സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഓർത്തു വെക്കുക. ഓപ്പണിംഗ് ഡേറ്റിന് ലയബിലിറ്റീസ് ഡെബിറ്റ് സൈഡിലും അസറ്റ്സ് ക്രെഡിറ്റ് സൈഡിലും എഴുതി ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, അതാണ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എത്ര എന്ന് നമ്മൾ കണക്കാക്കി. ഇതായിരുന്നു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എത്ര എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ട്രീറ്റ്മെന്റ് ഓഫ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്നാണ്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും എന്ന് നമുക്കറിയാം. ഈ അക്കൗണ്ടിംഗ് പീരീഡിലേക്കുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടെത്തുക. നമ്മൾ നേരത്തെ കണ്ടെത്തിയ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് സർപ്ലസ് ആണെങ്കിൽ അതിനോട് കൂട്ടുക, ഡെഫിസിറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, സ്റ്റെപ്പ് നമ്പർ 2. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. ട്രീറ്റ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. നമുക്കറിയാം, നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിക്സഡ് അസറ്റ്സ് എന്തെല്ലാം എന്ന് പരിശോധിക്കുക. ഈ അക്കൗണ്ടിംഗ് പീരീഡിൽ അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഡിസ്പോസൽസ്, വിറ്റൊഴിവാക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണക്കാക്കുക. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് ഓരോ ഫിക്സഡ് അസറ്റിന്റെയും മൂല്യം എത്രയാണോ അത് അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പായി നമ്മൾ ചെയ്യുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ റെസിപ്റ്റ്സും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഇൻകമും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് ചില കാര്യങ്ങൾ കണ്ടെത്തുന്നു. ഉദാഹരണമായി, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ ഏത് അക്കൗണ്ടിംഗ് പീരീഡിന് ശേഷമാണോ ഈ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്, അതായത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്, ആ പീരീഡിൽ അടുത്ത വർഷത്തേക്കുള്ളത് നമുക്ക് അഡ്വാൻസ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. അതുപോലെ തന്നെ ഈ അക്കൗണ്ടിംഗ് പീരീഡിലേക്ക് ആവശ്യമായ സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ, അതായത് കിട്ടാനുണ്ടെങ്കിൽ, നമുക്കതിനെ ഒരു അസറ്റായും പരിഗണിക്കാം. ഈ കാര്യങ്ങൾ കണ്ടെത്തുകയും അതിനനുസരിച്ച് ലയബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും രേഖപ്പെടുത്തുക എന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമതായി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ പേയ്മെന്റ് സൈഡും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ എക്സ്പെൻഡിച്ചർ സൈഡും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ്. ഉദാഹരണമായി, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒരു ലയബിലിറ്റി ആയി കണക്കാക്കണം. അതുപോലെ തന്നെ എക്സ്പെൻസസ് നമ്മൾ മുൻകൂറായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരു അസറ്റായും കണക്കാക്കാം. ഇങ്ങനെ അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും രേഖപ്പെടുത്തുക. ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബാലൻസ് ഷീറ്റ് റെഡിയായി. ഇത്രയുമാണ്, അതായത് ഈ 5 സ്റ്റെപ്പുകളാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് കാണിക്കുന്നു. അതിൽ ലയബിലിറ്റി സൈഡിൽ എന്തെല്ലാം വരുന്നു, അതുപോലെ തന്നെ അസറ്റ് സൈഡിൽ എന്തെല്ലാം വരുന്നു എന്ന് കൃത്യമായി ഒന്ന് നോക്കി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്നതോടെ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം എന്നതാണ്. അതിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം.